ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ രാവിലെ ഇവർക്ക് സ്കൂളിൽ പോകണം, ഏട്ടനും ചോറ് കൊടുക്കണം, അതുകൂടാതെ ഇതുങ്ങൾക്കും കൊണ്ടുപോകണം. അമ്മൂസിന് കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല, അമ്മൂന് സ്കൂളിൽ ചോറൊക്കെ കിട്ടും കേട്ടോ. നല്ല ചോറും കറിയൊക്കെ കേട്ടോ അമ്മൂൻ്റെ സ്കൂളിൽ കിട്ടണേ. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ പരിപാടിക്ക് ചെന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 കൂട്ടം കറിയൊക്കെ ഉണ്ടായി. നമ്മളൊക്കെ പഠിച്ചിട്ടിരുന്ന സമയത്ത് എന്തായിരുന്നു, കഞ്ഞിയും പയറും. ഞാനൊന്നും കഞ്ഞി അങ്ങനെ അധികം കുടിക്കില്ല, പക്ഷെ ഞാൻ പയറ് വാങ്ങിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പയറ്. അപ്പോൾ ഞാൻ ആ ഉച്ചക്ക് ആ സമയമാകുമ്പോൾ ചെന്ന് പയറ് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ ചോറിന്. പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഓരോ ദിവസവും ഓരോ കറിയാണ്. ഇന്ന് സാമ്പാറാണെങ്കിൽ നാളെ ചിക്കൻ കറി, മുട്ടക്കറി, അങ്ങനെയുള്ള ഓരോ കറികളാട്ടോ. അത് തന്നെയല്ല, സാമ്പാർ എന്തെങ്കിലും 2 കൂട്ടം കറി ഉണ്ടാകും. ഞാനൊരു പ്രാവശ്യം കഴിച്ച സമയത്ത് സാമ്പാറും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഈ പയറ് വെറുതെ വേവിച്ചല്ലേ തന്നിട്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, നല്ല കറികളൊക്കെ സ്കൂളിൽ നല്ല ഫുഡുമാണ് കൊടുക്കണേ. അതുപോലെ പാലുണ്ട്, 2 ദിവസം പാലുണ്ട് ഇവർക്ക്. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും 2 ദിവസം പാലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറിയിലോട്ട് തീർക്കാം. അപ്പം അച്ചിങ്ങയാണെന്ന് വളർത്തണേ, പിന്നെ കടലക്കറി. അപ്പം ഞാൻ ആദ്യം തന്നെ കടലക്കുള്ള മസാലകളൊന്ന് വറുത്തെടുക്കും, ആ ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് അതൊന്നും കൂടി ജാറിലിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പോഴേക്കും നല്ല പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ആ കൂടെ തന്നെ ഞാൻ കടല കുറച്ചും കൂടി ഇട്ട് ആ കടല അരക്കും. അപ്പോഴേക്കും ആ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടല ആ കൂടെ ഇട്ട് അരക്കണേ. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടി നല്ല തിക്നെസ്സിലിരിക്കും കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ കടലക്കറി കിട്ടും. അല്ലെങ്കിൽ മറ്റേ വെള്ളം പോലെയല്ലേ കിടക്കുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ കടലക്കറി നല്ല കുറുകിയിരിക്കാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കട്ടെ. ഏറ്റവും അവസാനം ആ കടല വേവിച്ചത് കുറച്ചങ്ങ് അരച്ച് ചേർത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിക്കോളൂ. ഈ മസാല വറുത്തെടുക്കുമ്പോൾ ഒരു ഉപകാരം കൂടി ഇത്, നമ്മൾ തേങ്ങ കൂട്ടി വറക്കൂല, ആ ഒരു ഇത് കിട്ടും. അപ്പം തേങ്ങ ഇച്ചിരി ഇടാൻ പറ്റുമെങ്കിൽ തേങ്ങയും കൂടി ഇച്ചിരി ഇട്ട് വറുത്ത് അരക്കണേ നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം തേങ്ങ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ അങ്ങനെ അധികം തേങ്ങയൊന്നും അരച്ച് കൂട്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഇടണില്ല. എന്നിട്ട് അതൊന്നും നല്ലോണം വരട്ടി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കടലക്കറി ഇട്ട് കഴിയുമ്പോൾ നല്ല കുറുകിയ ചാറ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പുട്ടൊരു വശത്ത് പുട്ടും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രം കഴുകലൊക്കെ നടക്കണ്ടേ. ഞാൻ അപ്പാപ്പയുള്ള പണി അപ്പാപ്പ അങ്ങ് ചെയ്തു പോകും. അപ്പോൾ പെൻഡിങ്ങിൽ കിടക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇവരെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അകത്തെ പണി ഏറുന്ന തുണി അലക്കലും പിന്നെ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലത്തെ പണികളെല്ലാം അങ്ങ് ചെയ്ത് തീർക്കും. അപ്പോൾ കണ്ണപ്പം നല്ല ഉറക്കോട്ടെ, അവൻ എഴുന്നേറ്റിട്ടില്ല. പക്ഷെ അമ്മു രാവിലെ എഴുന്നേറ്റ് പഠിക്കാനിരുന്നേ. അമ്മു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പഠിക്കാനിരുന്നു. പക്ഷെ ഇവനെ വിളിച്ചെഴുന്നേൽപ്പിക്കൽ ഒരു പണിയാണ്. പക്ഷെ എന്നാലും വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കൂട്ടോ. പിന്നെ ഇവനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ മൂഷാടെ സ്വഭാവമൊന്നുമില്ല, നല്ല വച്ചാട്ടോ. പിന്നെ കുറച്ച് നേരം അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല്ല് വെക്കാനൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ പോയി എൻ്റെ പുട്ടിൻ്റെ പണിയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ പുട്ടൊക്കെ കുത്തി വെച്ച് പിന്നെ ഇവർക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി തീരും. രാവിലത്തെ പണി അതോടുകൂടി കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.